ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ദ കമ്പനീസ് ആക്ട് 2013 ആണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അതായത് ഈ കമ്പനീസ് ആക്ടിൻ്റെ ആ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ആക്ട് വന്നത് എന്നുള്ള കാര്യം. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയിലുള്ള കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇതിലുള്ളത് കമ്പനീസ് ആക്ട് 2013 അകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഇനാക്ട്മെൻറ്റ് വരുന്നത് 1850 അതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1850 എന്ന് പറയുന്ന ഒരു ആക്ട്. അതിനുശേഷം ഒരുപാട് അമെൻമെൻറ്റ്സ് ഈ ഒരു 1850 ആക്ടിന് വന്നു. അതിനുശേഷം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, 1950 ഒരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. ഒരു 12 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലുള്ള കമ്പനി ലോയുടെ ഒരു കോഡിഫിക്കേഷന് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവരുത്താനാണ് ഇവരെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മിസ്റ്റർ HC ഭാബെ ആയിരുന്നു. അപ്പം ഈ ഒരു കമ്മിറ്റി ആ ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ട് ഈ പറഞ്ഞ കമ്പനി ലോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്റ്റും വെച്ചിട്ട് ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഏറ്റവും കോംപ്രഹെൻസീവായിട്ടുള്ള ലെജിസ്ലേഷനായ ദ കമ്പനീസ് ആക്ട് 1956 വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽക്കുന്ന നിയമങ്ങളുടെ ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസിൻ്റെ ഒരു കൺസോളിഡേഷനും, അതുപോലെ തന്നെ കൺസോളിഡേഷൻ നമ്മൾ കുറേ ലോസ് എല്ലാം കൂടി ചേർത്തിണക്കിയ ഒന്നായിരുന്നു കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ എക്സിസ്റ്റിംഗ് ലോസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ഉണ്ടായിരുന്നു, പിന്നെ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ കോടതികൾ കൊണ്ടുവന്ന കുറേ ഡിസിഷൻസിലൂടെ വന്ന പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കമ്പനീസ് ആക്ട് 1956 കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു 1956 ആക്ടിൻ്റെ അകത്ത് മെയിനായിട്ടും ഇംഗ്ലീഷ് കമ്പനീസ് ആക്ട് 1948 കുറച്ച് പ്രൊവിഷൻസൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇംഗ്ലണ്ടിലുള്ള ആ ഒരു ഇംഗ്ലീഷ് കമ്പനീസ് ആക്ട് 1948 എന്ന് പറയുന്നത് അതിനൊരു പുതിയ ഇനാക്ട്മെൻറ്റ് 1885 കൊടുത്തു. അതായത് കമ്പനീസ് ആക്ട് എന്നുള്ള പേരിൽ തന്നെ 1985 കൊണ്ടുവന്നു. അത് ജൂലൈ 1, 1985 പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു 1956 ആക്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന് ശേഷം ഇപ്പം നമ്മൾക്ക് പഠിക്കാനുള്ളത് കമ്പനീസ് ആക്ട് 2013 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 1956 ആക്ടിൽ നിന്നും 2013 ഒരു ആക്ടിലേക്ക് വന്നത്? പുതിയൊരു ആക്ടിൻ്റെ ആവശ്യകത എന്താണ്? അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 1956 കമ്പനീസ് ആക്ട് ഏകദേശം ഒരു 45 വർഷത്തോളം പ്രാബല്യത്തിലുണ്ടായിരുന്നു. അതിന് ഒരുപാട് അമെൻമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പുതിയ ഒരു ലെജിസ്ലേഷൻ്റെ ആവശ്യം അവിടെ വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മീറ്റ് ദ ചേഞ്ച്ഡ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ആൻഡ് ടു ഫർദർ ആക്സിലറേറ്റ് ദ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കോണമി. നമ്മുടെ ഇപ്പോൾ മാറി വരുന്ന നാഷണൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്കണോമിക് എൻവയോൺമെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ചയെയും ആ ഒരു എക്സ്പാൻഷനെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടി ഒരു പുതിയ നിയമം ആവശ്യമായി വന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് ബില്ലെന്ന് പറഞ്ഞിട്ട് 2009 പാർലമെൻറ്റ് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരുപാട് സജഷൻസ് വന്നു. അതായത് ഈ ഒരു ബില്ലിന് അമെൻമെൻറ്റ്സ് വരുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി എന്ത് ചെയ്തു, കുറേ കൂടി ന്യൂമറസ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു റെക്കമെൻഡേഷൻസിനെ, അതായത് പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിനെയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 2009 ആ ഒരു ബില്ലിന് ഒരുപാട് അമെൻമെൻറ്റ്സ് ആവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ 2009 ബില്ല് വിഡ്രൂ ചെയ്തിട്ട് ഒരു 2012 കമ്പനീസ് ബില്ലെന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു.
അങ്ങനെ ഈ ഒരു കമ്പനീസ് ബില്ല് 2 ഹൗസ് ഓഫ് പാർലമെൻറ്റും പാസ് ചെയ്തു. എന്നിട്ട് പ്രസിഡൻറ്റിൻ്റെ ആ ഒരു അസൻറ്റ് കിട്ടുന്നത് ഓഗസ്റ്റ് 2013 ഓഗസ്റ്റ് 29 തീയതിയാണ്. അപ്പോൾ 29 ഓഗസ്റ്റ് 2013 പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടുന്നത്. ആൻഡ് അത് ഒരു സ്റ്റാറ്റ്യൂട്ട് ബുക്കായിട്ട് വന്നു. എങ്ങനെ? ദ കമ്പനീസ് ആക്ട് 2013 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുണ്ട്, അതായത് സെക്ഷൻ 465 സെക്ഷൻ 465 അകത്താണ് പറയുന്നത് ഈ ഒരു കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്നത് റിപ്പീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 465 ആണ് പറയുന്നത് ദ കമ്പനീസ് ആക്ട് 1956 വാസ് റിപ്പീൽഡ് എന്നുള്ളൊരു കാര്യം. ആൻഡ് ഇതിൻ്റെ അകത്ത് 1956 ആക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 658 സെക്ഷനും 15 ഷെഡ്യൂൾസുമായിരുന്നു ഉണ്ടായിരുന്നത്. 2013 ആക്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 470 സെക്ഷനും 7 ഷെഡ്യൂൾസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടിയത് ഓഗസ്റ്റ് 29, 2013 പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒറ്റ സെക്ഷൻസ് മാത്രമേ, അതായത് ആ ഒരു സെക്ഷൻ 1 മാത്രമേ പ്രാബല്യത്തിൽ വന്നുള്ളായിരുന്നു. അതിനുശേഷം പല ഡേറ്റുകളിലായിട്ടാണ് പല സെക്ഷൻസും ഫോഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ്, ഒരെണ്ണം സെപ്റ്റംബർ തന്നെ 2013, പിന്നെ അത് കഴിഞ്ഞിട്ട് 2014 ഏപ്രിൽ, അതുപോലെ തന്നെ ജൂണിൽ, പിന്നെ 2015 മെയ്, ഇങ്ങനെ പല സമയങ്ങളിലായിട്ടാണ് ഇത് ഫോഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2015 എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു ബിസിനസ്, നമ്മുടെ ഇന്ത്യയിലുള്ള ബിസിനസ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ആക്റ്റീവ്ലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ആ ഒരു എയിമിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുത്തുക എന്നുള്ളതായിരുന്നു. 2013 കമ്പനീസ് ആക്ട് മാറ്റിയിട്ട് കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2015 എന്ന് പറഞ്ഞിട്ടൊരു അമെൻമെൻറ്റ് ഇവർ കൊണ്ടുവന്നു. അപ്പോൾ ഇതിലെ മെയിൻ ഒബ്ജക്റ്റ് എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടു മേക്ക് ദ കമ്പനി ലോ മോർ ബിസിനസ് ഓർ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി. ഈ ഒരു കമ്പനി ലോ എന്ന് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു 2015 അമെൻമെൻറ്റ് ആക്ടിനുണ്ടായിരുന്നത്. ഇത് ലോകസഭയിൽ പാസ് ചെയ്യുന്നത്, ഈ ഒരു ബില്ല് 2015 ബില്ല് ലോക്സഭയിൽ പാസ് ചെയ്യുന്നത് ഡിസംബർ 17, 2014. അതുപോലെ തന്നെ ഇത് രാജ്യസഭയിൽ പാസ് ചെയ്യുന്നത് മെയ് 2015 13 തീയതിയാണ്. ഈ ഒരു കമ്പനീസ് അമെൻമെൻറ്റ് ബില്ല് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടുന്നത് 25 മെയ് 2015. എന്നിട്ടിത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് മെയ് 26, 2015 അന്നേരമാണ് ദ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2015 എന്ന് പറഞ്ഞിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സെക്ഷൻസും ആ ഒരു ദിവസം തന്നെ, എക്സെപ്റ്റ് സെക്ഷൻ 13 and 14, സെക്ഷൻ 13, 14 ഒഴിച്ച് ബാക്കി എല്ലാ സെക്ഷനും ആ ഒരു ഈ 2015 മെയ് 29 തൊട്ട് പ്രാബല്യത്തിൽ വന്ന് തുടങ്ങിയതാണ്. സോ ഇതാണ് നമുക്കിതിൻ്റെ ഒരു ചരിത്രം പറയാനുള്ളത്. അതായത് കമ്പനീസ് ആക്ട് 2013 മുന്നേ ഉണ്ടായിരുന്ന കമ്പനീസ് ആക്ട് 1956 അതിനുശേഷം വന്ന കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2015. സോ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് പറയാനുള്ളത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഈ ഒരു അമെൻമെൻറ്റ് ആക്ടിൻ്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.